നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത ഇലക്ഷനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടികളും അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷന് തന്നെ ആർക്കൊക്കെയോ സ്ഥാനം കിട്ടിയില്ലെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്തു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇനിയിപ്പോൾ ഈ ഇലക്ഷന് നമ്മൾ എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് അറിയില്ല. നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷേ ചെറിയൊരു സങ്കടമുള്ളത് ഒരു ചേഞ്ച് വേണം എന്ന ആഗ്രഹം ഉണ്ട്. അതേ ഒരാഗ്രഹമായിരുന്നു 2014 ദേശീയ തലത്തിൽ ഒരു ചേഞ്ച് അത്യാവശ്യമെന്ന് തോന്നിയിരുന്നു. എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായതുകൊണ്ട് അതുവരെ നമ്മൾക്ക് എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പോയി വോട്ട് കൊടുക്കുക, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ താല്പര്യം തോന്നിയിട്ടില്ല. അപ്പം അച്ഛനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് പോകുന്നു, ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ചെയ്യുന്നു. പക്ഷെ 2014 ഒരു മാറ്റം എന്തായാലും വേണമെന്ന് കരുതിയിട്ട് BJPക്ക് വോട്ട് ചെയ്തു. മാത്രമല്ല അടുത്തറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു നമുക്കൊരു മാറ്റം അത് വേണം, നോക്കാം എന്ന് പറഞ്ഞാണ് അന്ന് വോട്ട് ചെയ്തത്. അപ്പം അങ്ങനെ മോദിജി വന്നു, അത് അവിടെ കഴിഞ്ഞു. നമ്മൾ BJPക്കാരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ആയി എന്നും അല്ല പറയുന്നത്. പക്ഷേ കേരളത്തിൽ നമ്മളെപ്പോഴും UDFനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ട് എപ്പോഴും അടിയാണ് അതിനകത്തുനിന്ന് നമ്മൾ കാണുമ്പോഴൊക്കെ. അതാണ് നമുക്ക് അത്രയൊക്കെ അറിയുള്ളൂ, നമ്മൾ ഡീപ്പായിട്ടൊന്നും അതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. പക്ഷേ LDFൻ്റെ ഭരണത്തിൽ ഒരു തവണ അവരിരുന്നു, ഇറ്റ്സ് ഓക്കെ. പക്ഷെ രണ്ടാമതും അതേ കൈകളിൽ ഭരണം കൊടുത്തപ്പം നമുക്ക് മാറ്റമില്ലാതായിപ്പോയി. എപ്പോഴും ഒരു ഭരിക്കുന്ന പാർട്ടിയെക്കാട്ടിലും നല്ലൊരു ഒപ്പോസിഷൻ ആവശ്യമാണ്. ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ചുമ്മാ എതിർക്കുക എന്നുള്ളതല്ല. ആ ഒപ്പോസിഷൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ജനങ്ങളാണ് ഞങ്ങൾ. അപ്പം BJP പതുക്കെ ചുവട് വെച്ച് തുടങ്ങി കേരളത്തിൽ എന്ന് തോന്നിയപ്പം ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഭരണം അല്ലെങ്കിലും ഒരു സ്ട്രോങ് ഒപ്പോസിഷനായിട്ട് ഒരു മാറ്റം, അതിപ്പോൾ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ടാകും ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് തോന്നി. കുറ്റം പറച്ചിലുകളും കേസുകളും അവിഹിതങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു മോചനം ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആർക്കും തോന്നുന്നില്ലല്ലോ എന്നൊരു സങ്കടം. ഇപ്പം BJP ചെറുതായിട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ ഒപ്പോസിഷൻ എങ്കിലും നന്നായിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊരു പ്രതീക്ഷ ചെറുതായി മനസ്സിൽ കൂടി തുടങ്ങിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വെച്ചാൽ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഞാനൊരു ശ്രീലേഖ മാഡത്തിൻ്റെ ഒരു പ്രസ്സിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് മാഡം പറയുന്നുണ്ട് അവർക്ക് കൗൺസിലർ എന്നല്ല BJPയുടെ ഒരു മുഖമായിട്ട്, അതായത് മേയറായിട്ട് അവരെ കൺസിഡർ ചെയ്യാമെന്നാണിത് പറഞ്ഞിരുന്നതെന്നൊക്കെ. അത് നമ്മൾ ഓൾറെഡി പല ന്യൂസിലും ഒക്കെ കേട്ടതാണ്. മിസ്റ്റർ രാജേഷിനല്ല ഇവർക്ക്, ഈ മാഡത്തിനാണ് ആദ്യം ചാൻസ് എന്നൊക്കെ, പിന്നീട് മാറി എന്തൊക്കെയോ വന്നു. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ടൊരു വിഷമം ഉണ്ടായത് ഈ വിളിച്ചു പറച്ചിലിനോടാണ്. സൈലൻസ് എന്ന് പറഞ്ഞതിൻ്റെ ശക്തിയെക്കുറിച്ചിട്ട്
ഒന്നറിയേണ്ടതാണ്. നമ്മൾ മഞ്ജു വാര്യർ എന്ന നടിയെക്കുറിച്ചിട്ട് എല്ലാവർക്കും റെസ്പെക്റ്റ് തോന്നാനുള്ള ഒരു മെയിൻ കാരണം, എന്തെല്ലാം ന്യൂസുകളുണ്ടായിട്ടും അവരുടെ കുടുംബത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവർ ഹൗ ഷീ കെപ്റ്റ് സൈലൻസ്. എന്തും ഇടുക്കിയായിട്ട് ഇതുവരെയും അത്രയും ഒരു സ്ട്രോങ് ഒരിതുണ്ട്. ആ സൈലൻസിൻ്റെ പവറാണത്. ശരിക്കും ഈ മാഡത്തിനും അങ്ങനെ ഒരു സൈലൻസ് കാത്തു സൂക്ഷിക്കാമായിരുന്നു. അതിലൂടെ സ്വയം ഒരു ഡിഗ്നിറ്റിയും കാത്തു സൂക്ഷിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ചില വീഡിയോ ക്ലിപ്സ് നമ്മൾ കാണാറുണ്ട്. സ്പെഷ്യലി അത് ചിലപ്പം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതാവാം. എങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പം നമ്മൾ കുറച്ചുകൂടെ ഒരു ടോളറൻസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രൊവോക്ക് ചെയ്യാൻ ആൾക്കാർ വന്നാലും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഒരു ചെറിയൊരു സീൻ ഞാൻ കണ്ടു. നിങ്ങൾ പോയി നിങ്ങളുടെ ഭരണാധികാരിയോട് ചോദിക്കുമെന്നോ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമെന്നൊക്കെ ഒരു ലേഡിയോട് അവരെന്തോ ഒരു ബാങ്കിൻ്റെ എന്തോ കാര്യം പറഞ്ഞിട്ട് ചെന്നാണ്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഒരുപക്ഷെ ഈ ചെല്ലുന്നവർക്കൊന്നും അത്ര വലിയ അറിവുണ്ടാവില്ല. ഇപ്പോൾ പഠിത്തം കൊണ്ട് മാത്രം ഇതെല്ലാം അറിയണമെന്നുമില്ല. അപ്പം നമ്മളൊരു പ്രതീക്ഷിക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു മാന്യത ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾക്കൊരു സ്നേഹത്തോടെ, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യാനാണ്. അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. അധികാരം എന്ന് പറയുന്നത് ഒരു അല്പം കൂടി ഒരു ശക്തിയേറാനുള്ളത് മാത്രമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നത് അതിങ്ങനെ ഫെയ്ഡ് ചെയ്യപ്പെടുക എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെ പതുക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏതൊരു പാർട്ടിയോടും ഒരു സമൂഹത്തിലെ ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് കുറച്ചെങ്കിലും സാധാരണ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കൂ. നല്ലൊരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കൂ. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ട മർദ്ദനം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ബീഹാറിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു വ്യക്തിയെ കെട്ടിയിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു ലോറി ഡ്രൈവറെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് ആൾക്കാരെല്ലാവരും കൂടെ തീ കത്തിക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ രാത്രിയിൽ ന്യൂസ് പോലും കാണാതായി. അത്രയ്ക്ക് മനസ്സ് പടഞ്ഞു പോയ ഒരു സീൻ. അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിൽ ആൾക്കൂട്ട മർദ്ദനം. അതോ ഈ മർദ്ദിക്കുന്ന നമ്മളാണ്. നമ്മൾക്ക് എന്ത് കഴിവാണ്, നമ്മൾക്ക് എന്ത് ഗുണമാണ് നമ്മളിലുള്ളത്? എന്തൊരു മനുഷ്യത്വമില്ലാത്ത നമ്മൾ. ഇപ്പം ഞാനൊരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് നമ്മളിപ്പം എപ്പോഴും വാല്യൂസ് കുഞ്ഞുങ്ങളിൽ പറഞ്ഞ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അവരിൽ ഉണ്ടാക്കണമെന്ന്. ആരിൽ നിന്ന് കണ്ടാണ് ഈ കുട്ടികൾ പഠിക്കേണ്ടത്? എല്ലാം ക്വാളിറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കാണാതെ പഠിപ്പിക്കുന്ന സാധനമാണോ ഇത്? അതെന്ന് വെച്ചാൽ അത് കണ്ടല്ലേ ഉണ്ടാകുക. ഈ സമൂഹത്തിൽ നിന്ന് ഈ ന്യൂസുകൾ കേൾക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇതേ അവസ്ഥയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്ത് ക്വാളിറ്റിയാണ്, എന്ത് വാല്യൂസാണ് അവർക്ക് ഉണ്ടാകുക? അവരിൽ എങ്ങനെ നമ്മൾക്കത് നിറയ്ക്കാൻ പറ്റും? ഇത് വല്ല കുപ്പിയോ വല്ലതുമാണോ നമ്മൾ അടിച്ചടിച്ചടിച്ച് അതിനകത്ത് നിറച്ച് കയറ്റാനായിട്ട്? വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ചിട്ട് നിങ്ങൾ അധികാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കുന്നില്ലേ? അവരെങ്ങനെ ഏത് സമൂഹത്തിൽ ജനിച്ച് വീഴണം, അല്ലെങ്കിൽ എങ്ങനെ ജനിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് വളരെ പരിതാപകരമായിട്ട്. ഞാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ട്. എന്ത് ചെയ്യാനാണ്? വളരെ സങ്കടം.